എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 1600 മുതൽ 1947 വരെയുള്ള ഇന്ത്യയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. അത് പറയുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് നമുക്ക് കൂടുതലായും പറയേണ്ടി വരുന്നത്. കാരണം 200 വർഷത്തിലേറെ കാലം നമ്മെ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാരെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇടയ്ക്ക് യൂറോപ്പിനെക്കുറിച്ച് പറയേണ്ടി വരും, യൂറോപ്പിലെ ചരിത്രത്തെക്കുറിച്ച് പറയേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ 1800 1810 കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ യൂറോപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു നേപ്പോളിയനിക് കാലഘട്ടം എന്ന് നമ്മൾ വിളിച്ചത്. കാരണം യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, പ്രധാനപ്പെട്ട രാജ്യങ്ങളായ സ്പെയിനായാലും പോർച്ചുഗലായാലും ഇറ്റലി ആയാലും ജർമ്മനി ആയാലും എല്ലാ രാജ്യങ്ങളിലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നെപ്പോളിയൻ്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ബ്രിട്ടൻ നല്ല രീതിയിൽ നേരിട്ടത്, എങ്ങനെയാണ് നേപ്പോളിയനെ ബ്രിട്ടൻ നേരിട്ടത്, അല്ലെങ്കിൽ ഫ്രാൻസിനെ എങ്ങനെയാണ് ബ്രിട്ടൻ നേരിട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ മേധാവിത്വം പുലർത്തിയിരുന്ന ഒരു രാജ്യം. അങ്ങനെ പറയുമ്പോൾ ഒരു 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഞാൻ സൂചിപ്പിക്കുക മാത്രം ഇപ്പോൾ ചെയ്യുന്നു. അതിലൊന്ന് ആക്ട് ഓഫ് യൂണിയൻ എന്നൊരു സംഭവമാണ്. ആക്ട് ഓഫ് യൂണിയൻ എന്ന് പറയുന്നത് 1801 ജനുവരി 1-ാം തീയതിയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് രൂപം കൊണ്ടത്. ബ്രിട്ടനും അയർലൻഡും ഒന്നിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് ഒന്നിച്ചെന്ന് വെച്ചാൽ യൂറോപ്പിൽ വളർന്നു വരുന്ന കലഹങ്ങൾക്കും വിപ്ലവങ്ങൾക്കും എതിരെ ദ്വീപുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ സംഭവമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഹെയ്ത്തിയൻ വിപ്ലവമാണ്. ഹെയ്ത്തിയൻ വിപ്ലവം എന്ന് പറയുമ്പോൾ 1804 നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. 1804 ജീൻ ജാക്ക് ദസറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുകയും ആദ്യത്തെ ചരിത്രത്തിലെ വിജയകരമായ ഒരടിമ വിമോചന സമരമായി അതറിയപ്പെടുകയും ചെയ്തു. ഇത് ഫ്രഞ്ച് കൊളോണിയൽ ശക്തികളെ, ഫ്രാൻസിനെ പോലെയുള്ള കൊളോണിയൽ ശക്തികളെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. പിന്നെ മറ്റു സംഭവമാണ് ലുനേവിൽ ഉടമ്പടി എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരും ഫ്രാൻസും അതുപോലെ ഓസ്ട്രിയ, ഹോളി റോമൻ സാമ്രാജ്യമായ ഓസ്ട്രിയയും തമ്മിൽ ഒപ്പിട്ട ഒരു ഉടമ്പടിയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട സംഭവമാണ് 1802 പീസ് ഓഫ് അമീൻസ് എന്ന് പറയുന്നത്. അത് സമാധാന ഉടമ്പടിയാണ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും താൽക്കാലികമായി ആ വെടിനിർത്തലുണ്ടാക്കി. പക്ഷേ അത് വീണ്ടും യുദ്ധം ഉടനെ ആരംഭിച്ചു 1803. പിന്നെ ഒരു സംഭവമാണ് ആക്ട് ഓഫ് ട്രാഫൽഗർ എന്ന് പറയുന്നത്. അത് നാവിക ചരിത്രത്തിൽ വഴിത്തിരിവാണ്. ഫ്രഞ്ചുകാരുടെ നാവിക മേധാവിത്വം അവസാനിക്കുകയും ബ്രിട്ടീഷുകാരുടെ നാവിക മേധാവിത്വം ലോകം അംഗീകരിക്കുകയും ചെയ്തു. അത് അഡ്മിറൽ നെൽസൺ നേതൃത്വത്തിലാണ് ഫ്രഞ്ച് സ്പെയിൻ നാവികസേനയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് സാധിച്ചതെന്നുള്ളതാണ്. പിന്നെ പെനിൻസുല വാറിൻ്റെ സ്പെയിനിലും പോർട്ടുഗലിലും ഫ്രഞ്ചുകാർക്കെതിരായി ശക്തമായ സമരമുണ്ടായി. ഗ്രീസ് സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ചു. അതുപോലെ ഹോളി റോമൻ സാമ്രാജ്യം ഔദ്യോഗികമായി 1806 അവസാനിക്കുന്നത്. ബ്രിട്ടൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, നഗരവൽക്കരണം പോലെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ യൂറോപ്പിലുണ്ടായ സംഭവങ്ങൾ.